അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്നില്ല. റോഡിൽ സൈക്കിൾ തട്ടി ആരെങ്കിലും ബാലൻസ് തെറ്റി വീണാലും അതിനെ ആക്സിഡന്റ് എന്ന് പറയൂ. ഇതും അതുപോലെയാ. നീ നേരിട്ട് കണ്ടോ? ഇല്ലല്ലോ. സൈക്കിൾ തട്ടി വീണ പോലെയാണെങ്കിൽ അങ്ങേര് പിന്നെന്താ എന്നോട് ഫോണിൽ സംസാരിക്കാത്തെ? ഇതൊന്നുമല്ല. ശ്രീടച്ചന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അയ്യോ എന്റെ കാര്യക്കൊത്തിയമ്മേ, എന്റെ ദേഹം മുഴുവൻ വിറക്കുകയാണല്ലോ. അയ്യോ ഞാനിപ്പോ ബോധം കെട്ടി വീഴുക. അയ്യോ 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 ശ്രീടച്ച, എന്താ അമ്മായിച്ചി, എന്താ ഇതൊക്കെ? എപ്പോഴാ ആക്സിഡന്റ് പറ്റിയത്? എവിടെ വെച്ചാ? ഇവിടെ അടുത്ത് തന്നെ കാറ് തട്ടി ചിറ്റപ്പം വീണതാ. അത് ഓടിച്ചവരുമ്പോ ഞാൻ ഫോണിൽ സംസാരിച്ചു. അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ ചിറ്റപ്പനെ കൊണ്ടുവന്നോളൂ. കുഞ്ഞമ്മ ഇവിടെ കിടക്കട്ടെ, നീ വാ, നമുക്ക് പുറത്തുപോയി വെയിറ്റ് ചെയ്യാം. ദേ ചിറ്റപ്പൻ. അച്ഛാ, കുഞ്ഞമ്മ, അപ്പൊ നിങ്ങക്ക് ചോരയൊന്നും വന്നില്ലേ? ഞാൻ വിചാരിച്ചു ഉടുപ്പൊക്കെ കീറി ശരീരമൊക്കെ ഒരഞ്ഞ് ചോരയെ പോലിച്ച്. യോ നാമോളെ ചോരൊന്നും പറയാതെടി. ചാവാത്ത എന്നെ നീ വർത്താനം പറഞ്ഞു കൊല്ലൂലോ. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ. ഇത് വീണപ്പോ കാലിന്റെ കുഴ തെറ്റിയതാ. അയ്യോ, നീരും കേറിയിട്ടുണ്ട്. അകത്ത് മുറിവുണ്ടോന്ന് നാളെ നോക്കാം. ഇപ്പൊ വേണ്ടത് അനക്കം തട്ടാതെ കാല് കെട്ടിവെക്കുക എന്നതാ. ചിറ്റപ്പ ഇരിക്ക്, ഞാൻ ബാൻഡേഡ് എടുത്തിട്ട് വരാം. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ അയ്യോ. ഹലോ, ആ ഞാൻ രാജാറാമ. നിന്നെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കണോ നീ? ഓഫായപ്പോ ചാർജിലിട്ടിരിക്കുക. എന്തൊരു രാജാറാം? ചെറിയൊരു ആക്സിഡന്റ് വാർത്തയുണ്ട്. രഘുവും രേഖയും സഞ്ചരിച്ചിരുന്ന കാർ നമ്മുടെ സുദർശൻ ചേട്ടനെ ഇടിച്ച് താഴെയിട്ടു. ശ്രീലക്ഷ്മിയുടെ അച്ഛനെയോ? എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല, ചില മൈനർ ഇഞ്ചുറീസ്. ഈ വിവരം ഞാൻ അറിഞ്ഞത് രഘു ചില ഫ്രണ്ട്സിന് ഷെയർ ചെയ്തപ്പോഴാണ്. ഏതായാലും ഞാനിതറിഞ്ഞെന്ന് അവർക്കറിയില്ല. അവരിത് നിന്നോട് രഹസ്യമായി സൂക്ഷിക്കുന്ന സ്ഥിതിക്ക് അവർ തിരിച്ചു വരുമ്പോ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കേണ്ടത്. ശരി, ഞാനിപ്പോ തന്നെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെടാം. നീ വരുന്ന ഒരു കമ്പനിക്ക്? ഏയ് വേണ്ട രവി, ഞാൻ പറഞ്ഞില്ലേ അതൊരു ചെറിയ ആക്സിഡന്റ് മാത്രമാ. അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ഉടനെ അങ്ങോട്ട് ചെന്നാൽ അവൾക്ക് അതിന്റെ പേരിലാവും ടെൻഷൻ മുഴുവൻ. ഞാനിതറിഞ്ഞ സ്ഥിതിക്ക് നീ ഈ വിവരം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ. നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ശരി. ദേഹം മുഴുവൻ ഒരു തരിപ്പായിരുന്നുകൊണ്ട് രാത്രിയാണെങ്കിൽ ഉറക്കം വന്നില്ല. വെറുതെ ഇങ്ങനെ കിടന്നു. ഭാര്യമാരോട് തർക്കുത്തരവും പറഞ്ഞ് മൈൻഡ് ചെയ്യാൻ നടക്കുന്ന എല്ലാ ഭർത്താക്കന്മാരുടെ ഗതി ഇത് തന്നെയാ.
രാത്രി ഉറക്കം കിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കാനേ പറ്റൂ. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ. ഞാൻ മോളോടല്ലേ സംസാരിക്കുന്നത്. മോളും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. മൊബൈൽ നോക്കി കിടക്കുന്നത് ഞാനും കണ്ടതാ. ആണോടി? ദേ, ഇങ്ങനെ രാത്രിക്ക് രാത്രി ഫോൺ നോക്കി കിടന്നാ ഒടുവിൽ നിന്റെ കണ്ണടിച്ചു പോവുകയുള്ളൂ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ലമ്മേ, ഉറക്കം വന്നില്ല. ഞാൻ വെറുതെ കിടന്ന് ഉരുളണ്ട. ദാ ചായ കുടിക്ക്. ആ, ഇതാണ് ഇവളുടെ പെയിൻ കില്ലർ. ഇത് കുടിച്ചാ എന്റെ ശരീരവേദനയൊക്കെ പമ്പ കിടക്കും. ഇല്ലേ സരോജം? പമ്പയല്ല, ഭാരതപ്പുഴ. ചൂടാറും മുമ്പ് അതങ്ങ് കുടിക്കും മനുഷ്യ. വെറുതെ ഇരുന്നങ്ങ് തള്ളാതെ. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം. അധികം പതപ്പിക്കണ്ട. ആ, ദേ, ഇതും കുടിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. കുറച്ചു കഴിയുമ്പോ ഒരുങ്ങി കെട്ടി കടയിൽ പോവാൻ നോക്കിയാലേ എന്റെ സ്വഭാവം മാറും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടൻ രാവിലെ അവിടെ വെറുതെ ഇരിക്കും. വന്ന് സിങ്ക് ഒന്ന് ശരിയാക്കിത്താ. ഞാൻ ഈ കയ്യിലെ സ്വർണ്ണമുട്ടയും വെച്ചോണ്ട് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഡേ സത്യസന്ധൻ സുദർശന, നിന്റെ മാനവും മര്യാദയൊക്കെ ഈ വീഡിയോ റിലീസാകുന്നതോടെ തീർന്നോളും. നല്ലൊരു സമയം നോക്കി റിലീസ് വച്ചിരിക്കുക ഞാൻ. ചേട്ടാ ദാ വരുന്നു. അയ്യോ എന്റെ സാറേ, ഒന്നും പറയണ്ട. ഓരോരോ സമയത്ത് ഓരോ സ്ഥലത്തെ വേദനയാണെന്നാ പറയുന്നത്. വെറുതെ ഇരിക്കണി നാവിട്ടലക്കാതെ. എന്നാലും സാർ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു സാറിന്. അതെന്താ, വരാൻ പാടില്ല എന്ന് പറയത്തക്ക രീതിയിൽ അന്യനാണോ ഞാൻ നിങ്ങൾക്ക്? അയ്യോ, അങ്ങനെയല്ല സാർ. ഒന്ന് വെറുതെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയായിരുന്നു. നീ എന്തിനാ മോളെ ഇതൊക്കെ സാറിനെ അറിയിക്കാൻ പോയത്? പാവ സാറ് അത്രയും ദൂരത്തുനിന്ന് എത്ര പ്രയാസപ്പെട്ടു വേണം വരാൻ. ഹേയ്, നോ 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 നോ. ശ്രീലക്ഷ്മി പറഞ്ഞല്ല ഞാനിത് അറിഞ്ഞത്. വേറെ വഴിയാ. അപ്പൊ തോന്നി സ്വയം വന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛനെ നേരിട്ട് കണ്ട് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണമെന്ന്. അതിനോടൊപ്പം നേരിട്ട് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. ക്ഷമ ചോദിക്കാനോ? സാറെന്തിനാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? അത് മനസ്സിലായില്ല. പറയാം. താങ്കൾക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം തന്നെ വർമ്മൻ കുടുംബം. ശ്രീലക്ഷ്മിയുടെ അച്ഛനെ ഇടിച്ചു വീഴ്ത്തിയ വണ്ടി ഓടിച്ചത് ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിരുന്നു. എന്റെ അനിയൻ രഘുവർമ്മന്റെ ഭാര്യ രേഖ. കുറെ നേരം ആയല്ലോ ഇത്. എവിടെയാണ് അങ്കിൾ പറയുന്ന വീഡിയോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ കൃഷ്ണേ. കൊറേ വീഡിയോ ഉണ്ട് ഇതില്. അപ്പിട്ട് കിട്ടണ്ടേ? എന്താണ് അവിടെ? സന്തോഷമായി പൊന്നുമോനെ, വളരെ വളരെ സന്തോഷം. നിനക്കിത് തന്നെ വേണം. എപ്പ നോക്കിയാലും ഒരേ കളിയാ മൊബൈലില്. 24 മണിക്കൂറും കളി. ഇപ്പൊ സമാധാനം ആയല്ലോ. ആ പെൺകുട്ടി ആര്, എത്ര വയസ്സായി, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, സാമ്പത്തിക സ്ഥിതി എങ്ങനെ, ഇതൊക്കെ അറിയാനാ ഞങ്ങള് പോയത്. കാരണം ബ്രദറിൻലോയുടെ വൈഫ് എന്ന് പറയുമ്പോ നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച പെൺകുട്ടി ആയിരിക്കണമല്ലോ. ഏതെങ്കിലും ഒരാളായ പോരാ. അത് അന്വേഷിച്ച് പുറപ്പെട്ടതാ ഞങ്ങള്. എന്നിട്ട് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചോ? സോറി ബാലമാൻ, കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
അതിന്റെ ഇടയിലാ ആക്സിഡന്റ് പറ്റിയത്. അത് പക്ഷെ കഴിഞ്ഞു. എന്നാലും അന്വേഷണം നിന്നുപോയി. സാരമില്ല മദറല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് ആ കുട്ടിയെ മദറല്ലോയുടെ മുന്നിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ഇത് രേഖയുടെ വാക്കാം. ഹലോ, ബാലമ്മ വിശ്വസിക്കുന്നുണ്ടോ രേഖയെ പറഞ്ഞ സത്യമാണെന്ന്? പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊരു തമാശ പോലെയാ തോന്നിയത്. എന്തായാലും രവിക്കുഞ്ഞൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യമാ. അതെ, സത്യമാകട്ടെ എന്നാ എന്റെ ആഗ്രഹം. എന്നാൽ രവി തന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. സാരമില്ല, എനിക്ക് ഉറപ്പുണ്ട് രവി എന്നോട് പറയും അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന്. ആ പിന്നെ ഏതായാലും ബാലമാനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അവന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. വരും മാഡം, കയറിയിരുന്നാലും പ്ലീസ്. സർ പ്ലീസ്, ഇത്ര ബഹുമാനം കാണിക്കരുത്. ഞങ്ങള് പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. കൂടുതൽ വിനയം കാണിക്കുന്നതും ഒരുതരം നമ്പറായിട്ടേ തോന്നൂ. ശരി, എന്നാ പിന്നെ പോലീസ് മുറി പറയട്ടെ. വിനയത്തിലല്ല, നല്ല ഗൗരവത്തിൽ. കളിയാക്കണ്ട, സാറിന് പോലീസ് മുറി അത്യാവശ്യം അറിയാന്ന് എനിക്കറിയാം. ചേട്ടാ, ഇതിപ്പോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഇനി എങ്ങനെ തന്നോട് സംസാരിക്കേണ്ടെന്ന് പറ, അതുപോലെ സംസാരിക്കാൻ ഞാൻ. സാർ എങ്ങനെ സംസാരിക്കണമെന്നില്ല. ഞാൻ സാധാരണ ഇന്നും ഓഫീസിൽ പോകുന്ന പോലെ പോവാൻ വരെയും ചെയ്തോളാം. സാറിനെ ഉപദ്രവിക്കുന്നില്ല, പോരെ? ശരി, ആയിക്കോട്ടെ. ഈ അടുത്ത കാലത്ത് കവി പാടിയിട്ടുള്ളത് കാമുകിമാർ സ്വതവേ സുന്ദരികളാണെന്നും പിണങ്ങിയാൽ അതിലേറെ സുന്ദരികളാണെന്നുമാണ്. അതെയോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതേത് കവിയാണോ ആവോ? അത് തനിക്കറിയാൻ സാധ്യതയില്ല. എഴുതി പച്ച പിടിച്ചു തുടങ്ങിയ പുതിയൊരാളാ. പുതിയൊരാളോ? അതെ, പേര് രവിചന്ദ്രവർമ്മൻ. നല്ല പൊക്കമുള്ള കവിയാ. ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ എഴുതി എഴുതി കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധ്യതയുണ്ട്. ആണല്ലേ? എന്നാൽ ആ കവി ആളത്ര ശരിയല്ലെന്നാ എന്റെ ഒരു അഭിപ്രായം. ഓഹോ, അങ്ങനൊരു അഭിപ്രായമുണ്ടോ? അല്ല, അയാൾക്ക് എന്താണാവോ കുഴപ്പം? അയാളൊരു പാവം മനുഷ്യനല്ലേ? പാവം മനുഷ്യനോ ആ കവി കുഞ്ചുരനോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ അതേ ചെയ്യൂ അയാള്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞാ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് എനിക്കൊരു മെസ്സേജ് എങ്കിലും അയച്ചൂടെ അയാൾക്ക്? മനുഷ്യപ്പറ്റില്ലാത്ത കവി. അയ്യോ, സോറി സോറി സോറി. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് തനിക്ക് ഇത്രയും ടെൻഷൻ ആവുമെന്ന് ഞാൻ കരുതിയതില്ല. അല്ലെങ്കിൽ തന്നെ സംസാരിക്കേണ്ടയാൾ മുന്നിൽ നിന്നാലും ഫോൺ എടുക്കാത്തതിന് ഇത്രയും പിണക്കവും പരിഭവവും കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ തനിക്ക്? ഞാൻ രാജ്യം വിട്ടു പോയതുപോലാണല്ലോ തന്റെ പെരുമാറ്റം. സത്യം, ഇന്നലെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷെ അത് മനഃപൂർവ്വം ആയിരുന്നില്ല ശ്രീലക്ഷ്മി. ഐ എം വെരി സോറി. നോക്ക്, നമ്മൾ രണ്ടാളും ഇപ്പോൾ നേരിട്ട് തന്നെ 1 ഡസൻ വള ഒരുമിച്ചിടണം. അതിൽ ഒരെണ്ണം പോലും പൊട്ടിപ്പോവാൻ പാടില്ല. അതാണ് അതിന്റെ മെയിൻ ടാസ്ക്. ഗുഡ്, ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആ, പക്ഷേ പ്രാക്ടിക്കലി കുറച്ച് കഷ്ടം. രഘു പറ, പറ്റുമോ ഇല്ലയോ നിനക്ക്? ഇതൊക്കെ എന്തോന്ന് ചേട്ടായി, ഞാൻ എപ്പോഴേ റെഡിയല്ലേ. കല്യാണ സൗഗന്ധികമൊന്നും അല്ലല്ലോ, എങ്കിൽ ഞാൻ പെട്ടേനെ. ഇത് വെറും ചീട് വളയല്ലേ. എങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു കളയാം.
യമനെ അമ്മേ നീ പോയി കുറച്ച് കുപ്പിവെള്ളം എടുത്തോണ്ട് വാ. ദേ ഒരേ കളർ മതി. ശരി അമ്മേ. അല്ല സാറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്താ ടെൻഷൻ അടിച്ചോ? അതോ പേടിയാണോ വളയിടാൻ? അതൊന്നുമല്ല, ഈ കൂടുതൽ ബലം പ്രയോഗിച്ച തന്റെ കൈ വേദനിക്കുമെന്നുള്ള പേടിയാണ്. അപ്പൊ സാർ ഈ ചലഞ്ചിൽ തോറ്റൊന്ന് കരുതട്ടെ ഞാൻ. മോനെ ഒന്നും പൊട്ടിക്കരുത്. ആ ഇത്ര ഈസി ആയിരുന്നല്ലേ? അതെന്താ ഏട്ടായി, ഇതിന് ട്രെയിനിങ് വല്ലതും വേണോ? വെരി സിമ്പിൾ. ഞാനിത് പണ്ടേ ചെയ്തതല്ലേ. പണ്ടേന്ന് പറഞ്ഞ കോളേജിൽ പഠിക്കുമ്പോ ഗേൾ ഫ്രണ്ട്സിന്? നോ 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 നോ, സോറി സോറി സോറി. 2 കൊല്ലമായി രേഖയുടെ കയ്യിൽ മാത്രം. അതല്ല രവി, നിനക്കതിലെന്താ ഇത്രമാത്രം ഉത്സാഹം? നീ ആർക്കെങ്കിലും വളയിട്ട് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ലമ്മേ. ആ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കയ്യിൽ വളയിടാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇളം പ്രായത്തിൽ അവരുടെ കൈകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പെന്തു പറയുന്നു? 100% ഞാൻ പറഞ്ഞില്ലേ? 100%. You are right. എന്താണ് 100%? നത്തിങ് ചേട്ടായി. നത്തിങ് ബ്രദറല്ലോ. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മദർ-ഇൻ-ലോ. ഇനി ഇതിനപ്പുറം വേറെ പ്രൂഫ് ഒന്നും വേണ്ടല്ലോ. രേഖ, താൻ പുലിയാണ്. ആദ്യമൊക്കെ താൻ വെറുതെ പറയുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിലെന്തോ ഉണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം ഉടൻ തന്നെ. യെസ്. ഗുഡ് മോർണിംഗ് മാം. സർ, മൈ ഗോഡ്, സത്യമായിട്ട് സാറ് തന്നെയാണോ ഈ നിൽക്കുന്നത്? അത് കൊള്ളാം. ഞാൻ പറഞ്ഞു തന്നല്ലേ എല്ലാ ദിവസവും കാലത്ത് ഇവിടെ വരുമെന്ന് തന്റെ അച്ഛനെ കാണാൻ.
പുറത്തുനിന്ന് വിളിച്ചപ്പോ താൻ ഫോൺ എടുത്തില്ല. അല്ല, എവിടെ നമ്മുടെ വില്ലൻ? കാണാനില്ലല്ലോ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിരിക്കുക. മായച്ചു കൊണ്ടുപോയി. കൂടെ അമ്മയും ഉണ്ട്. ഓ, ഐ സി. അപ്പോ എപ്പോഴാണ് മടങ്ങി വരവ്? സർ, ഇതൊരല്പം ഓവറാ കേട്ടോ. ദിവസം ഒന്നിങ്ങനെ നോക്കാൻ തക്ക രീതിയിൽ എന്റെ അച്ഛനൊന്നും പറ്റിയിട്ടില്ല. സാർ ഓഫീസിലേക്ക് പോയിക്കോ. അച്ഛൻ വന്ന ശേഷം ഞാനും വന്നോളാം. ഇവിടിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ദാറ്റ്സ് ഗുഡ്. അതെ, സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ വന്നത് തന്റെ അച്ഛനെ കാണാനില്ല, തന്നെ കാണാന. താങ്ക് യു സർ. പക്ഷേ എന്താടു മുഖത്തൊരു ചെറിയ കാർമേഘം? തന്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരത്ത് ഞാൻ വന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനൊന്നും ഇല്ല സർ. സാർ വന്നത് സന്തോഷം തന്നെയാ. സത്യമായിട്ടും? സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നത് ശരിയായ സമയത്ത്. ഐ എം അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ആൻഡ് ഐ വിൽ ടെൽ യു വൈ. നാൽപ്പത്തെട്ട് മണിക്കൂർ ചലഞ്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് നാം എഴുന്നള്ളിയിരിക്കുന്നത്. മഹാറാണി ആ തൃക്കൈയും നീട്ടിയ പ്ലീസ്. അമ്മേ, ഓഫീസിൽ പോകാൻ സമയമായി. ആ, സ്വല്പം നിക്ക്, ഞാൻ ദാ വരുന്നു. പിന്നെ ഇന്ന് നിനക്ക് കൊണ്ടുപോകാൻ ചോറ് വെച്ചിട്ടില്ല. രാവിലത്തെ ഉപ്പുമാവ പാത്രത്തില്. ദാ ഇത് നിനക്ക്. ഇത് രവിവർമ്മൻ സാറിന്. ശരി അമ്മേ, പോയിട്ട് വരാം ഞാൻ. സൂക്ഷിച്ചു പോണം. എന്റെ ദൈവങ്ങളെ,
പെങ്കൊച്ചിന് കൂടെ നിന്ന് കാത്തോളണേ. അമ്മേ, അമ്മ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ഹലോ അമ്മേ. എന്താ രവി, തിരക്കാണോ നിനക്ക്? സംസാരിച്ചോട്ടെ ഞാൻ. പിന്നെന്താ, അമ്മ പറഞ്ഞോളൂ. എന്തു പറ്റി ഇങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ 1-2 ദിവസമായിട്ട് നീ നേരത്തെ ഓഫീസിൽ പോകുന്നേ. ജോലി കൂടുതലാണെന്ന് മനസ്സിലായി. ആദ്യം നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് മനസ്സിൽ കരുതിയതാ. പിന്നെ തോന്നി തിരക്കൊഴിയാൻ കാത്തുനിന്ന ഒന്നും നടക്കില്ലെന്ന്. അല്ല, ഒരല്പസമയം കണ്ടെത്തി നിനക്കൊന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ? അയ്യോ, എന്തു പറ്റി അമ്മേ? അവിടെ എന്തെങ്കിലും പ്രശ്നം? എന്തു പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. അത് തന്നെ എന്റെ പ്രശ്നം. നിനക്ക് ഇപ്പോഴൊന്ന് വരാൻ പറ്റുമോ? അല്ലമ്മേ, അത് പിന്നെ... അല്ല, പറ്റില്ലെങ്കിൽ വേണ്ട, വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ഞാൻ അല്പം കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. അത് വേണ്ടമ്മേ, ഞാനിപ്പോ തന്നെ വരാം. അമ്മ ആവശ്യപ്പെട്ടതല്ലേ, അത് കഴിഞ്ഞിട്ട് മതി എന്റെ ബാക്കി കാര്യങ്ങൾ. ഞാൻ ഉടനെ എത്തും അമ്മ. ശരി, അങ്ങനെയാവട്ടെ. എന്തായിരിക്കും അമ്മയ്ക്ക് ഇത്ര അത്യാവശ്യം? ഏതായാലും വീട്ടിലേക്ക് പോവാം. എന്തായാലും ഇപ്പൊ ഇത്ര സമയമില്ലേ. സരോജമ്മ ഫോൺ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കാം. ഒന്ന് വിളിച്ചു കളയാം. അവള് ഫോൺ എടുക്കണല്ലോ. എന്താണ് സംഭവിക്കുന്ന ഒരു ഊഹവും കിട്ടുന്നില്ല. ഏതായാലും ആദ്യം അമ്മയെ കാണും, അത് കഴിഞ്ഞ് വിളിച്ചു നോക്കാം. ഈ തുണികൾ ഇതുവരെ എടുത്തു വെച്ചില്ല. ആ പെണ്ണ് കാരണം എല്ലാ ജോലികളും മുടങ്ങി. അയ്യോ, അവളുടെ ഫോൺ വാങ്ങിച്ചിട്ട് കൊടുത്തില്ലല്ലോ. ഫോൺ അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്തോ. അവള് പോവുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ?